വായിലെ ക്യാൻസർ രോഗബാധയും അതിന്റെ സാധ്യതയും നേരത്തെ കണ്ടെത്തുന്നതിന് ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ എല്ലാ ദന്താശുപത്രികളിലും സൗജന്യ പരിശോധന നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 6-നാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. വായിലെ ക്യാൻസർ രോഗബാധയും അതിന്റെ സാധ്യതയും നേരത്തെ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എല്ലാ ദന്താശുപത്രികളിലും സൗജന്യ പരിശോധന നടത്തും. മാർച്ച് 6-ന് പദ്ധതിക്ക് തുടക്കം കുറിക്കും. IDA ക്യാൻ വിൻ എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ക്ലിനിക്കുകളിലടക്കം ചികിത്സയ്ക്കെത്തുന്ന മുഴുവൻ പേരിലും പ്രാഥമിക പരിശോധനകൾ നടത്തുമെന്ന് ക്യാൻ വിൻ പ്രതിനിധി ഡോക്ടർ സിജു പൗലോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ ഈ വരുന്ന മാർച്ച് 6-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് ദന്ത ദിനാചരണമാണ്, ഡെന്റിസ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും പരിപാടികളും നടക്കുന്നത് നമ്മൾ കോഴിക്കോടാണ്. മന്ത്രി മുഹമ്മദ് റിയാസാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വായിൽ ഉണ്ടാകുന്ന ക്യാൻസർ അതിനിപ്പോൾ കൂടുതൽ ഒരു സങ്കീർണമായ പ്രശ്നമായിട്ടത് എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ, സ്കൂൾ കുട്ടികൾ, കാരണം സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോൾ ഒത്തിരി ഈ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ്. അവരുടെ പുകവലി അതുപോലെ തന്നെ പുകയിലയുടെ ഉപയോഗം എല്ലാം കൂടിക്കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളും, കേരളത്തിലെ എല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളും അതിൻ്റെ പ്രാഥമിക പരിശോധന കേന്ദ്രമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടി അന്ന് കോഴിക്കോട് നടക്കുന്നുണ്ട്. ഡോക്ടർ VP ഗംഗാധരൻ, ഓങ്കോളജിസ്റ്റ്, നമ്മളുടെ മുൻ RCCയുടെ ചെയർമാനായിരുന്നു, അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ അതായത് ഇന്ന ദന്താശുപത്രി എന്നില്ല, നമ്മൾ കേരളത്തിലെ എല്ലാ ദന്താശുപത്രികളെയും ഇതിൻ്റെ ഭാഗമാക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നമ്മളുടെ ഒരു മീഡിയ വഴി നമുക്ക് പബ്ലിക്കിലേക്ക് ഇതിൻ്റെ ഒരു അറിയിപ്പ് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പോകുന്നതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതോ ആയ കേരളത്തിലെ ഏത് ദന്താശുപത്രികളിൽ അവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വായിൽ എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ അറിയിക്കുകയും അവർക്ക് വേണ്ട മറ്റ് തുടർ ചികിത്സ സംവിധാനങ്ങൾ അതാത് ക്ലിനിക്കുകളിലൂടെ, കാരണം എന്താണെങ്കിലും നമുക്ക് ഡെൻ്റൽ ക്ലിനിക്കുകളിൽ ഇപ്പോൾ എന്തെങ്കിലും വളർന്നു വരുന്ന, ഇപ്പോൾ ബയോപ്സി എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്യാൻസറസ് കണ്ടീഷൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്ലിനിക്ക് കൊണ്ട് അത് നിൽക്കുന്നില്ല, അതിനപ്പുറം നമ്മൾക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ വേണം. അപ്പം നമ്മൾ സർക്കാരുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായും അവർക്ക് സൗജന്യമായി കിട്ടുന്ന ചികിത്സയായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഏത് ദന്താശുപത്രി വഴി അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കാർക്കിനോസ് എന്ന് പറയുന്ന ടാറ്റ റിസർച്ച് സെൻ്റർ ഉണ്ട്, ക്യാൻസർ റിസർച്ച് സെൻ്റർ ഉണ്ട്, അതിൻ്റെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സമീപത്തുള്ള ദന്തഡോക്ടറെ കണ്ടെത്തുന്നതിനുള്ള IDA സ്പർശ് വെബ്സൈറ്റ് ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യും. വായിൽ ഭേദമാകാതെ തുടരുന്ന മുറിവുകൾ, പാടുകൾ, അസാധാരണ വളർച്ചകൾ, വേദന, രക്തസ്രാവം, വായ തുറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയുണ്ടെങ്കിൽ പരിശോധന നടത്തണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിനായി പെരുമ്പാവൂരിൽ പ്രത്യേക ക്യാമ്പ് നടത്തും. ടാറ്റ ക്യാൻസർ ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ചാണ് പദ്ധതി. രജിസ്ട്രേഷനോ പരിശോധനാ ഫീസുകളോ ഉണ്ടാവില്ലെന്ന് അസോസിയേഷൻ മലനാട് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോൺ മെതിപ്പാറ പറഞ്ഞു. ഡോക്ടർ റോണി സെബാസ്റ്റ്യൻ, ഡോക്ടർ റിജു ചാന്ദ്യം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.